ആ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ? BNK വ്ളോഗിൻ്റെ ഒരു ഫുഡിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക വെച്ച് എങ്ങനെ എരിശ്ശേരി ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അത് എൻ്റെ അമ്മയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും വെറുതെ തിന്നാനായാലും കോരി കഴിക്കാനായാലും പ്രത്യേക ഒരു രുചിയുള്ളതാണ്. നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ? അതെങ്ങനെ ചെയ്യണേ എന്നുള്ളത് നോക്കിയാലോ? എൻ്റെ അമ്മയുടെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു 1.5 കിലോ ചക്കയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ ചക്കയ്ക്ക് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അത് വേവിക്കാനുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നമ്മൾ വേവിക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം, അതായത് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചക്കയിൽ ഒഴിക്കുന്നത്. അങ്ങനെ ചക്ക നമ്മൾ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് വേണ്ടത് തേങ്ങ 1 മുറി, ഉള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം. എല്ലാട്ടും മിക്സിയിൽ അടിക്കാൻ പോവാണ്. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് വരാം കേട്ടോ. തേങ്ങ അരച്ചത് ചക്കയിലേക്ക് ഒഴിക്കുകയാണ്. ഇതാണ് അതിന് വേണ്ട കാര്യം. ചക്ക വേവിച്ചതിൽ നമ്മൾ ആ പാലൊഴിച്ച് ശരിക്കും ഇളക്കി തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഇത് മാറ്റി ലേശം ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. മുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കാച്ചി വെക്കുന്നുണ്ട്. കുറച്ച് വേപ്പിലയും ഇതെടുത്ത് മറ്റു വശങ്ങളോട്ട് വെച്ചു. കറി വെന്തു നമ്മുടെ എരിച്ചത് പാകമായി ഇറക്കി വെച്ചു കിട്ടും. നമുക്ക് ചട്ടി വെച്ച് കാച്ചി ഒഴിക്കാം. പൂപ്പുള്ള പൊട്ടിച്ചിരുന്നു ഈ മുളക് കുറച്ച് വേപ്പില, പച്ചമുളക് കൂടി മിക്സ് ചെയ്യണം. കാശ്മീരി പൊടി, കളറിന് കാശ്മീരി പൗഡർ, അങ്ങനെ നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. മൂവ്മെന്റ് ആക്കി ചക്കൽ ശരിയാണ് നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് ഗൈസ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടണം. നമുക്ക് ഈ വീഡിയോ ഇത് അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.